ഹായ്, ഇന്ന് നമുക്കൊരു ഈസി ആയിട്ട് നൂലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. നമ്മൾ നൂലപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ നല്ല ടൈറ്റ് ഫീൽ ചെയ്തിട്ട് നൂലപ്പം ഉണ്ടാക്കാത്ത കുറേ പേരുണ്ടായിരിക്കും. അപ്പം പണ്ട് ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ഫീൽ ചെയ്തുകൊണ്ട് എനിക്ക് നൂലപ്പമൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് നൂലപ്പം ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലോട്ട് നമുക്ക് നമ്മളുടെ നൂലപ്പത്തിന് വേണ്ടിയിട്ടുള്ള പൊടി ചേർക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടി, കുഞ്ഞു ഗ്ലാസ്സാണ്, കുഞ്ഞു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ അത്ര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ നോർമലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ച് വയ്ക്കും. ഇപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ വെള്ളം പേടി ഉള്ളവർ, അതേപോലെ തന്നെ തിരിക്കുമ്പോൾ ടൈറ്റായിട്ട് നമുക്ക് തിരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും. നമ്മൾ എത്രയാണോ വെള്ളം, അതായത് നമുക്കൊരു അളവൊന്നുമില്ല. അപ്പം ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 4-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല ലൂസ് പരുവത്തിലാക്കി എടുക്കണം ഇതിനെ. അപ്പം നമുക്ക് എത്ര വെള്ളമാണോ ചേർക്കണമെന്ന് ഒരു മെഷർമെൻ്റ് ഒന്നും വേണ്ട. അതാണ് പറഞ്ഞത്, ഇത് ഏത് ബിഗിനർ സ്റ്റേജിലുള്ള ആൾക്കാർക്കും നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. ഇനി നമുക്ക് ഇത് എടുത്തിട്ട് നമ്മളെ സ്റ്റൗവിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയാക്കിയിട്ട് എടുക്കണം. അതായത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നന്നായി ഇളക്കിയിട്ട് വരുമ്പോൾ ചെറുതായിട്ട് ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് കട്ട പോലെ വരുന്നുണ്ടാവും. ഇത് ഒന്നും കൂടി സിമ്മിലിട്ടിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി ഇളക്കുമ്പോൾ നമ്മളെ ഇതിങ്ങനെ നന്നായി കട്ടയായിട്ട് ഇങ്ങനെ ഒരു ഉണ്ട പരുവത്തിന് വരും, വിട്ട് വരും. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇതിന്ന് പോയിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഇനി ഇത് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം. ചൂടാറിയിട്ട് മതി. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇത് നമുക്ക് തിരിക്കാനൊന്നും അധികം ടൈറ്റൊന്നും ഉണ്ടാവില്ല. നൂലപ്പത്തിൻ്റെ മാവ് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് കറിയുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, ഒരു സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഇതാണ് ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒന്ന് തോല് കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം നമുക്ക്. ഇനി നമുക്കിത് നന്നായി കഴുകിയിട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു കുക്കർ എടുത്ത് ഇതെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ള എന്താ വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുക്കണം. അപ്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. ഈ കറിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഇത്തിരി തിക്കായിരിക്കണം. അപ്പോൾ നമ്മൾ തോനെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ആവശ്യം വേണ്ട വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ടോട്ടലായിട്ട് ആകെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം സഫീഷ്യൻ്റ് ആണ്. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി നല്ല ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്ക് ഇതൊരു 4 വിസിലോളം വയ്ക്കാം. നമ്മളെ നൂലപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് ചൂടാറിയിട്ട് കുഴയ്ക്കാനുള്ള പരുവത്തിൽ ആയിട്ടുണ്ടാവും. അപ്പം നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് 30 മിനിറ്റ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നൂലപ്പം. ഇത് നന്നായി കുഴച്ചിട്ട് ചെറിയ ഒരു നീളമുള്ള ടൈപ്പ് ഉണ്ടകളാക്കിയിട്ട് നമുക്ക് നൂലപ്പം പീച്ചിയെടുക്കാം. അപ്പോൾ നന്നായി ഇതൊന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറിയതായിട്ട് നീളനെ ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് എടുക്കാം. ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മളെ നൂലപ്പത്തിൻ്റെ അച്ചിലോട്ട് കടക്കത്തക്ക വിധത്തിലുള്ള ഒരു ഷേപ്പാക്കിയെന്ന് മാത്രമേ ഉള്ളൂ.
ഇനി നമുക്ക് നമ്മളെ നൂലപ്പം പരത്താനുള്ള നമ്മളെ ഇഡലി പാത്രമുണ്ടല്ലോ, ആ ഇഡലി പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കുക. ജസ്റ്റ് നമുക്ക് അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അടർന്ന് പെട്ടെന്ന് പോരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഓരോ ഉണ്ടയായിട്ട് എടുത്തിട്ട് നമ്മളുടെ ഈ നൂലപ്പത്തിൻ്റെ അച്ചിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പരത്തി പീച്ചി കൊടുക്കാം. അപ്പം നമുക്ക് ഓരോ തട്ടിൽ ഇതേപോലെ പീച്ചി എടുക്കാം. നമുക്ക് ഇതേ സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പത്തിരി ഉണ്ടാക്കാം. ഇതേപോലെ തന്നെ വെള്ളം നമ്മൾ ഒരു അളവില്ലാതെ, അതായത് നമുക്കൊരു മെഷർമെൻറ്റും ഇല്ലാണ്ട് തന്നെ ഇതേപോലെ അരിപ്പൊടിയിൽ പത്തിരിപ്പൊടിയിൽ വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് ഇതേപോലെ കട്ടയാക്കിയിട്ട് നമുക്ക് കുഴച്ചതിന് ശേഷം പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഇതേപോലെ പത്തിരി ചുട്ടെടുക്കാവുന്നതാണ്. ഇതേ സെയിം പ്രൊസീജിയർ തന്നെ നമുക്കപ്പോൾ നൂലപ്പം ഉണ്ടാക്കാം, പത്തിരി ഉണ്ടാക്കാം. നൂലപ്പം നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 15 മിനിറ്റോളം സിമ്മിൽ വെച്ചാൽ മതി. അപ്പം നമ്മൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം. നോർമലായിട്ട് തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാൽ നമുക്കെടുക്കാം. തേങ്ങാപ്പാൽ യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് പൗഡറാണ്. ഒരു 4 ചെറിയ സ്പൂണിൽ 4 സ്പൂണ് കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടും. നമ്മളെ കറിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മളെ കറിക്കൊരു തിക്നെസ് ഒന്നുകൂടി കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയാൽ മതി. ജസ്റ്റ് ഒരു ബബിൾ വരുമ്പോൾ നമുക്ക് ഇറക്കി വെക്കണം. വേപ്പില ചേർത്ത് കൊടുക്കുക അതിലേക്ക്. പിന്നെ നമ്മൾ വേറെ ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല, മസാലപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കറീനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത്ര കട്ടി വേണ്ടെങ്കിൽ കുറച്ച് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ളവർക്ക്. ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി വെട്ടി തിളയ്ക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ചെറിയൊരു ബബിൾ വരുമ്പോൾ തന്നെ നമ്മളെ കറി ഓഫ് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് താളിച്ചിടാം. അപ്പോൾ ഒന്ന് ചൂടായി കിട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കറീനെ താളിച്ചെടുക്കാം. ഇവിടെ കടുകും വറ്റൽമുളകും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ താളിക്കുന്ന ഈ പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കറിക്ക് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുക. അപ്പോൾ എല്ലാവരും വെളിച്ചെണ്ണ ഒഴിക്കാൻ നോക്കുക. ഇതൊരു നാടൻ കറിയാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കടുകും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. നമ്മളെ താളിപ്പ് നമ്മളെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമുക്കൊരു 30 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ കറിയും അതേപോലെ തന്നെ നമ്മളുടെ നൂലപ്പവും ഇവിടെ റെഡിയാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു കറിയാണ്. അതേപോലെ തന്നെ നൂലപ്പം ഏതൊരാൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ അത് നോക്ക്, ആ നൂലപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 30 മിനിറ്റ്സിൽ ഇത് രണ്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു റെസിപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.